വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടോ. അങ്ങനെ ഇറങ്ങിയതാണ് വീട്ടിൽ. ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരമൊക്കെ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളൂ. പക്ഷേ 2 പ്രാവശ്യമൊക്കെ ഈ വഴി തെറ്റിയിട്ട് ഇവിടേക്ക് എത്തിയപ്പോഴേക്കും കുറച്ച് നേരം വൈകി. പാടത്തിന് നടുവിലൂടെയുള്ള ആ റോഡും പിന്നെ ഇവിടുത്തെ ചായക്കടയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. അങ്ങനെ വയലോരം എന്ന പേരുള്ള ആ ചായക്കടയിൽ കയറിയിട്ട് അവിടുത്തെ ചായയും ചിക്കൻ പക്കോടയും കഴിച്ചു. ഇന്നെന്തോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു താത്ത അവിടെ മിഠായി വിൽക്കുന്നതുണ്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ 50 പൈസക്ക് വാങ്ങി കഴിച്ചിരുന്ന മിഠായിയാണ് കേട്ടോ ഇത്. പക്ഷെ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പം ഈ മിഠായിക്ക് കിട്ടുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബണ്ണ് കണ്ടത്. പക്ഷെ അവിടുന്ന് ചായയും കടിയും കുടിച്ചുകൊണ്ട് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഒന്നിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും കൂടെ വാങ്ങി കഴിച്ചു. എന്തായാലും ഒരു ചായയും കുറിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പെരിന്തൽമണ്ണ എരവിമംഗലം നവോദയയിലുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവർ മിസ്സാക്കണ്ട.